വധൂവരന്മാർ ആദ്യമായി കഴിക്കുന്നത് എന്താണ്? ആദ്യമായിട്ടൊരു ആൻസർ ഒന്നും തുടങ്ങി. നല്ല ക്ലൂസ് അല്ലേ തരുന്നേ? ഞാൻ തരത്തില്ല, നോക്കി എല്ലാവരും ആൻസർ പറയുന്നു. 78 വയസ്സ്. ഞാൻ വയസ്സ് ചോദിച്ചില്ല. ഭയങ്കര ബുദ്ധിയാ. നമ്മൾ പൊടി ഇട്ടാൽ വടിയാകുന്നവരും. പുട്ട് പുട്ട് അതെ, അങ്ങോട്ട് നോക്കി പറഞ്ഞു. അവളെങ്ങാനും നിങ്ങളുടെ പേര് പറഞ്ഞാലോ? വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ സ്പോൺസേഡ് പ്രോഗ്രാമായ ഇൻജോർഡ് എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ മത്സരാർത്ഥികളെ നമുക്ക് പരിചയപ്പെടാം. എന്താ പേര്? കാർത്തിക. എന്ത് ചെയ്യുന്നു? ഞാനിപ്പം ഡിഗ്രി കഴിഞ്ഞു. സ്ഥലം എവിടെയാ? കണ്ണൂർ. കണ്ണൂർന്ന് വരികയല്ലേ? പാർവണ. നല്ല പേര്, സുന്ദരി കുട്ടിയാ. പാവത്തുങ്ങൾക്ക് ഇങ്ങനെ സൗന്ദര്യം തരല്ലേ. ഏത് ക്ലാസ്സിലാ? 8ല്. ഇപ്പൊ 9ലേക്ക് പോകുന്നു. 9ലേക്ക് പോകുന്നു. എൻ്റെ പേര് സലൂന്. ഒരു അമ്മയാണ്. ബിന്ദു. പ്രകാശ്. ഓക്കെ. അപ്പോൾ എന്താണ് പ്രോഗ്രാം എന്നതിനെ കുറിച്ചൊന്ന് പരിചയപ്പെടുത്താം. 10 രസകരമായ കുസൃതി ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. പണ്ട് മുതലേക്ക് കേട്ട് പഴക്കമുള്ള കാര്യങ്ങളൊക്കെയാണ്. ക്ലൂസൊക്കെ ഒരുപാട് തരും. 20 സെക്കൻഡിനുള്ളിൽ പറയാൻ ശ്രമിക്കുക ആൻസർ. ആരാണോ കൂടുതൽ ആൻസർ പറയുന്നത് അവരാണ് ഇന്നത്തെ ഈ പ്രോഗ്രാമിൻ്റെ വിജയി. എന്താ ഇത്ര ചിന്ത? തലയെ കാട്ടിയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ആദ്യ ക്വസ്റ്റ്യൻ, ഒരു മീനിനെ പിടിച്ച് കരക്കിട്ടാൽ എന്ത് പറ്റും? കുസൃതി ചോദ്യ. പിടക്ക് അല്ല, കുസൃതി ചോദ്യം. അപ്പോൾ അതിനനുസരിച്ചുള്ള രസകരമായ ആൻസറുകൾ പോരട്ടെ. ഒരു മീനിനെ പിടിച്ച് കരക്കിട്ടാൽ എന്ത് പറ്റും? അതല്ല, ഇഷ്ടമുള്ള ആൻസർ പറയാൻ. ആൻസർ എന്ത്? കരയുമല്ല. ഇല്ല, ഒരു മീനിനെ പിടിച്ച് കരക്കിട്ടാൽ. ഇപ്പോൾ കടലിലുള്ള ഒരു മീനിനെ പിടിച്ച് കരക്കിട്ടാൽ എന്ത് പറ്റും? കുസൃതി ചോദ്യമല്ലേ? രസകരമായ ആൻസർ. സാധാരണ അത് വെള്ളത്തിലല്ലേ കിടക്കുന്നത്, പല ഒന്നും പറ്റാനില്ല. പക്ഷെ കരയിലിടുമ്പോൾ ഒരു സാധനം പറ്റും. എന്താണ്? പൊടി അല്ലെങ്കിൽ മണ്ണ് പറ്റും. കറക്റ്റാണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വധൂവരന്മാർ ആദ്യമായി കഴിക്കുന്നത് എന്താണ്? വിവാഹം. ഇത് കല്യാണം ഇവിടെ ആദ്യം പറഞ്ഞായിരുന്നു അല്ലേ? അപ്പോൾ നോക്കണം ആൻസർ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. നിങ്ങളുടെ സ്വന്തമാണിത്, പക്ഷേ ഇത് കൂടുതൽ ഉപയോഗിക്കുന്നത് മറ്റുള്ളവരാണ്. പേര്. ഇതൊക്കെ കേട്ട് പഴക്കമുള്ള. അറിയാം. കുസൃതികളാണല്ലോ. 3 ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ട്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇത് എല്ലാ അച്ചാറിലും ഇടും, പക്ഷെ ആരും കഴിക്കാറില്ല. എന്താ? കറിവേപ്പിലല്ല. സ്പൂണ്. കറക്റ്റ് ആൻസർ. ആദ്യമായിട്ടൊരു ആൻസർ ഒന്നും തുടങ്ങി. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഒരാളോട് വളരെ വിഷമമുള്ള ഒരു കാര്യം ചോദിച്ചപ്പോൾ അയാൾ കിണറ്റിലേക്ക് ഇറങ്ങി നിന്നു. എന്തുകൊണ്ട്? ഇറങ്ങി. എന്തുകൊണ്ട്? വിഷമമുള്ള ഒരു കാര്യം ചോദിച്ചപ്പോഴത്തേക്ക് കിണറ്റിലോട്ട് അങ്ങ് ഇറങ്ങി. എന്തുകൊണ്ടായിരിക്കാം? ചാവാൻ. അല്ല. അങ്ങനെ പറയരുത്. നല്ല ആൻസറാ. അല്ല. വെള്ളം കുടിക്കാനല്ല. എന്തിനായിരിക്കും അയാൾ ആ കിണറ്റിലേക്ക് ഇറങ്ങിയത്? ഞാൻ ഒരു ക്ലൂ തരാം. ചിന്തിക്കാനാണ് ഇറങ്ങിയത്. എങ്ങനെ ചിന്തിക്കാൻ? ആഴമുള്ള ചിന്ത. ആഴത്തിൽ ചിന്തിക്കണം. വീണ്ടും അമ്മ പറഞ്ഞ സോറി, ഞാൻ കേട്ടില്ല. ആഴത്തിൽ ചിന്തിക്കാൻ. കറക്റ്റ് ആൻസറാണ്. വീണ്ടും വെറും വീട്ടിൽ ഞെട്ടിച്ചോണ്ടിരിക്കണോ? കിണറിന് സാധാരണ ആഴമുള്ളതാണല്ലോ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 2 ക്വസ്റ്റ്യൻ ആയി. ഇവിടെ അമ്മ ഒരു ക്വസ്റ്റ്യൻ. 1. ഓക്കെ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ആരെയും ഇതുവരെയും ഒരു മുറിവ് പോലും ഏൽപ്പിച്ചിട്ടില്ല, പക്ഷേ കൊലയാളി എന്ന് പേരുദോഷം ലഭിച്ച ഒരു മരമുണ്ട്. ഒരു മുറിവ് പോലും ഏൽപ്പിച്ചിട്ടില്ലെങ്കിൽ. ആൽമരമല്ല, വേറൊരു മരം. ഏപ്രിൽ മാസത്തിലൊക്കെ നമ്മൾ പ്രാധാന്യം കൽപ്പിക്കുന്ന കൊന്ന മരം. ഓക്കെ, കറക്റ്റ് ആൻസറാണ്. മരമാണ്. നല്ല ക്ലൂസ് അല്ലേ തരുന്നേ? ഞാൻ തരത്തില്ല, നോക്കി എല്ലാവരും ആൻസർ പറയുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, കാലിൽ പിടിച്ചാൽ തോളിൽ കയറുന്നത് ആരാണ്? കാലിൽ പിടിച്ചാൽ തോളിൽ കയറും. കാലിൽ പിടിക്കുകയാണെങ്കിൽ അപ്പോഴേ തോളിൽ കയറും. കുട. കറക്റ്റ് ആൻസർ. ഇവിടെ നിന്ന് കിട്ടി.
കുസൃതിയാണല്ലോ. ഇവിടെ നിന്നൊക്കെയോ തപ്പി പിടിച്ചോണ്ട് വരണുണ്ട്. It's the right answer. Admara, you can go now. Ah. 3 ക്വസ്റ്റ്യനായി. അടുത്ത ക്വസ്റ്റ്യൻ. എൻ്റെ അടുത്ത് പറഞ്ഞത് മക്കളാണ് കുസൃതി എന്നാ, പക്ഷെ അല്ല, അമ്മയാണ് കുസൃതി. അമ്മയിൽ നിന്ന് കിട്ടിയതാണ് കുട്ടികൾക്ക് ഈ കുസൃതി തരം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. മാനത്ത് കാണുന്ന മറ്റൊരു മാനം എന്താണ്? വിമാനം. കണ്ടോ, അടുത്തതായി 4. നമുക്ക് ഇറങ്ങി പോവാന്നല്ലേ, നാണക്കേട്. ദോശ ചുടാൻ എടുക്കുന്ന മരം ഏതാ? ദോശ ചുട ഇപ്പൊ മാവ്. തുടങ്ങി. 78 വയസ്സ്. ഞാൻ വയസ്സ് ചോദിച്ചില്ല. ലുക്കില്ലെന്നേ ഉള്ളൂ, ഭയങ്കര ബുദ്ധിയാ. അല്ല, അതിന് 78 വയസ്സിന്റെ ആൻസറാണ് ഇപ്പോൾ കേട്ടത്. മാവ് കറക്റ്റ്. 2 ദിവസത്തിന്റെ ആൻസറായി അമ്മ. 78ആയി. പക്ഷെ കണ്ടാ പറയത്തില്ല കേട്ടോ, ഒരിക്കലും പറയത്തില്ല. ഇനിയിപ്പോ അത് മതിയല്ലേ, ഇന്നത്തെ ദിവസം ക്ഷീണിച്ചതാ. കുസൃതിക്കൊന്നും ഒരു കുറവില്ല. കുട്ടിയായിട്ട് വരിക ദിവസം തോറും, കഴിയും തോറും അല്ലേ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. പൊടി ഇട്ടാൽ വടിയാകുന്ന ഒരു സാധനം. എളുപ്പമുള്ള ക്വസ്റ്റ്യനാണ്. നമ്മൾ പൊടി ഇട്ടാൽ വടിയാകുന്ന ഒരു പുട്ട്. അതെ, അങ്ങോട്ട് നോക്കി പറഞ്ഞത്. അവളെങ്ങാനും നിങ്ങളുടെ പേര് പറഞ്ഞാലോ? അതാണ് കറക്റ്റ് ആൻസർ. കുസൃതി. എന്തായാലും ചേച്ചിയുടെ പേര് ബിന്ദു. യെസ്. അപ്പോൾ ഇന്നത്തെ ഇഞ്ചോടിഞ്ച് പ്രോഗ്രാമിന്റെ വിജയി ആരാ? ബിന്ദു. ഒരു ചെറിയ സ്നേഹോപകാരമുണ്ട് വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ. വേണ്ടേ? പിന്നെ സമ്മാനമില്ലാത്തല്ല കളിയോ. അത് അമ്മയ്ക്ക് എന്തോ പറയാനുണ്ടോ? ഒന്നും പറയാനില്ല. ഇഷ്ടായി. കൂടെ വരട്ടെ? എന്നെ കൊല്ലാതിരിക്കാൻ പറ്റുമോ? അപ്പോൾ നമുക്ക് മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം അല്ലേ. ടാറ്റ.